കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മേനെ ആന ചവിട്ടിക്കൊന്നു. മകനെ സ്കൂളിൽ വിടാൻ പോയ സമയത്താണ് ആന വരുന്നതും ഈ സംഭവം ഉണ്ടാകുന്നതൊക്കെ. മകനെന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ഇന്നിപ്പോൾ അവന് അമ്മയില്ല, അവൻ അനാഥനായെന്ന് തന്നെ പറയാം. കുറേയധികം ന്യൂസ് റിപ്പോർട്ടേഴ്സും അല്ലാത്ത ആൾക്കാരൊക്കെ ഈ സംഭവങ്ങളെടുത്ത് സോഷ്യൽ മീഡിയ വഴി ബാക്കിയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ന്യൂസിലൂടെയാണെങ്കിലും ഒരുപാട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിയിൽ വന്ന കമൻസ് നമ്മൾ വായിച്ചു നോക്കണം. അത് നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തും. അതിനകത്ത് വരുന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ സ്ഥലത്ത് അതിക്രമിച്ച് കയറിയ ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് ആനയുടെ സ്ഥലമാണ്, ആനയ്ക്ക് ജീവിക്കാൻ സ്ഥലം വേണം, അത് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് എക്സെട്ര എന്തൊക്കെ കാര്യങ്ങളാണ് പറയണമെന്ന് അറിയാമോ. അത് ആനയുടെ സ്ഥലമാണത്, നിങ്ങളവിടെ അതിക്രമിച്ച് കയറിയിരിക്കുന്ന ആൾക്കാരാണെന്നാണ് തീർത്ത് മറ്റുള്ള ആ ജില്ലയിലുള്ള ആൾക്കാർ ഒരിക്കലും അത് പറയല്ല, മറ്റുള്ള ജില്ലയിലുള്ള ആൾക്കാരാണത് പറയുന്നത്. അവിടെ ഒരു സ്ത്രീ മരിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൊച്ച് അനാഥനായതിനെ കുറിച്ചോ ഒന്നും ആർക്കും ഒരു കൺസിഡറേഷൻ ഇല്ല. എല്ലാവർക്കും ആനേനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ആനേനെ സംരക്ഷിച്ച് പിടിക്കുന്ന രീതിയിലുള്ള കമൻസ് ആണ് ഓരോ റിപ്പോർട്ടിന്റെ അടിയിലും വരുന്നത്. അപ്പം നമ്മുടെ കൂടപ്പറപ്പുകളായ മനുഷ്യരുടെ മൃഗസ്നേഹം അത് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ഓരോരുത്തരും ഓരോ രീതിയിൽ സംസാരിക്കുന്നത്. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായിരുന്നു. ഉപദ്രവകാരികളായ നായകളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. വേണ്ട രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ കൊന്നു കളയാന്നുള്ള നിലയിൽ. അപ്പം അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കുറച്ച് യഥാർത്ഥ മൃഗസ്നേഹികൾ കഴിഞ്ഞ ദിവസം അവരൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതും ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ന്യൂസിന്റെ അടിയിൽ അല്ലെങ്കിൽ അങ്ങനെ വന്ന ഈ പട്ടീനെ ബേസ് ചെയ്തിട്ട് വന്ന വാർത്തയുടെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൊന്നു കളയണം, കയ്യും കാലും തല്ലി ഓടിച്ച് ഇടണം, അല്ലെങ്കിൽ നാട് കടത്തണം, ഈ നാട്ടിൽ നായകൾ ആവശ്യമില്ല അല്ലെങ്കിൽ പട്ടികൾ ആവശ്യമില്ല എന്നുള്ള നിലയിൽ മൃഗസ്നേഹം മാറ്റിവെച്ച് മനുഷ്യസ്നേഹം മാത്രം പ്രസംഗിക്കുന്ന കുറേ ആളുകൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ചിന്തിക്കും, ഈ മൃഗസ്നേഹികളായ ആൾക്കാരുടെ മൃഗസ്നേഹമൊക്കെ ആവിയായിട്ട് പോയോ എന്നുള്ളത്. ആനയുടെ കാര്യത്തിൽ ആ നാടിനെയും ആ നാട്ടുകാരെയും കുറ്റം പറയുന്ന ആൾക്കാർ ഒരിക്കലും ഈ ആനയുടെ ഉപദ്രവമോ അല്ലെങ്കിൽ ആന എത്രത്തോളം അപകടകാരിയാണെന്നുള്ള കാര്യം അറിയാത്ത ആൾക്കാരാണ് ആ നാട്ടുകാരെയും ആ നാടിനെയും കുറ്റപ്പെടുന്നത്. കാരണം ഒരിക്കലെങ്കിലും ഈ കാട്ടാനയുടെ മുമ്പിൽ പോയി പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിച്ച ആൾക്കാരോ ഒരിക്കലും കുറ്റപ്പെടുന്നില്ല. കാരണം അവർക്ക് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ വയനാട് അല്ലെങ്കിൽ ഇടുക്കി അങ്ങനെയുള്ള 1-2 ജില്ലകളിലാണ് ആനകളുടെ ശല്യം ഉള്ളത്. അവർക്ക് മാത്രമാണ് ആനയുടെ ഭീഷണി ഉള്ളത്. എത്ര പേരെ കൊന്നാലും മറ്റുള്ള ജില്ലക്കാർക്ക് അതൊരു വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. കാരണം അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നില്ലെന്നുള്ളതാണ്. പക്ഷേ പട്ടികളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പട്ടികൾ 14 ജില്ലയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടികളുടെ ഉപദ്രവം എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് ആനയുടെ ഉപദ്രവം ഉണ്ടാകുകയോ അതുമൂലം ആരെങ്കിലൊക്കെ മരിക്കുകയോ ഇനിയിപ്പോൾ 1, 2, 10 പേര് മരിച്ചാലും ഞങ്ങളെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന കേസല്ല. പക്ഷേ ആനയെ തൊടാൻ പാടില്ല. പക്ഷേ പട്ടിയുടെ ഉപദ്രവം ഉണ്ടായി, അതിപ്പോൾ ഒരാൾ മരിക്കണമെന്നില്ല, ഒരാളെ പട്ടി കടിച്ചാൽ മതി, ഞങ്ങൾ എല്ലാവരും പ്രതിഷേധിക്കും. അവിടെ ഞങ്ങൾ മൃഗസ്നേഹം അങ്ങ് മാറ്റി വെക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യുന്നു നമ്മൾ കേട്ടിട്ടില്ലേ. അത് തന്നെ ഇവിടുത്തെ സംഭവം. അവർക്ക് പ്രശ്നമുള്ള കാര്യങ്ങളല്ലാത്ത വശം അവർക്ക് വിമർശിക്കാം, ആ നാടിനെ കുറ്റം പറയാം, നാട്ടുകാരെ കുറ്റം പറയാം. ഇത് അവരുടെ സ്ഥലമാണ് അല്ലെങ്കിൽ ഇത് ആനകളുടെ സ്ഥലമാണ്, അവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, പല രീതിയിൽ നിങ്ങൾക്ക് വിമർശിക്കാൻ പറ്റും. പക്ഷേ ഈ പട്ടിയുടെ കേസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഒരു സഹജീവി സ്നേഹം ഇല്ലാണ്ട് വരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. പട്ടികൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമില്ലേ? അവരും നമ്മുടെ സഹജീവികളാണ്. ആ ഒരു കൺസിഡറേഷൻ എന്താ നിങ്ങൾ പട്ടികൾക്ക് കൊടുക്കാത്ത? പട്ടികളെ കൊന്നു കളയണം, അല്ലെങ്കിൽ പട്ടികളുടെ കൈയും കാലും തല്ലി ഓടിക്കണം, അവരെ നാട് കടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ എവിടുന്ന വരുന്നത്. പക്ഷേ ഈ ആനയുടെ കേസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞ സംഭവം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അവസ്ഥ. അത് ആ നാട്ടുകാരെ അനുഭവിച്ചാൽ മതി, അല്ലെങ്കിൽ ആ നാട്ടുകാർ മാത്രം അതിൻ്റെ ഉത്തരവാദികളാണ് എന്നുള്ള നിലയിലുള്ള കമൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഏത് രീതിയിലാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? എന്തായാലും നമ്മുടെ കൂടപ്പിറപ്പുകളാണെന്ന് പറഞ്ഞ മനുഷ്യന്മാരുടെ വകതിരിവ് അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ.